രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച പരാതിയിൽ രാഹുലിനോട് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശം നൽകി. ശനിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. സംസ്ഥാനത്താകെ 6 പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിവരങ്ങളുമായി വി ബിനീഷ് ചേരുന്നു. ബിനീഷ്, ഈ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയാണല്ലോ രാഹുലിൻ്റേത്. ഒരു ഭാഗത്ത് ലൈംഗിക ആരോപണ കേസുകൾ വരുന്നു, മറുഭാഗത്ത് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് വളരെ മുൻപ് തന്നെ രാഹുലിനെതിരെ ഉയർന്നതാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഈ ലൈംഗിക ആരോപണം ഒരു ഭാഗത്ത് വളരെ ശക്തമായി നിലനിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കൂടി വിളിച്ചിരിക്കുന്നത്. വിനീഷ്, തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞതുപോലെ ഇടിവെട്ടവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നല്ല, അതിഭയാനകരമായ ഒരു പാമ്പ് അല്ലെങ്കിൽ ബോംബ് വീണു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് MLA ചോദ്യം ചെയ്യാൻ മറ്റൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വ്യാജ ID കാർഡ് നിർമ്മാണവുമായി യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലാണ് വ്യാജ ID കാർഡ് നിർമ്മാണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് സംബന്ധിച്ചുള്ള പരാതി സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 6ഓളം പോലീസ് സ്റ്റേഷനുകളാണ് പരാതി നൽകിയത്. പ്രധാനമായും ഇതെല്ലാം ക്രോഡീകരിച്ച് മ്യൂസിയം പോലീസായിരുന്നു ഈ പരാതിയിന്മേലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. തുടർച്ചയായി അന്വേഷണം നടത്തിയിട്ട് അന്വേഷണത്തിന് കൃത്യമായ പുരോഗതിയില്ലാത്ത ഘട്ടത്തിലാണ് ഈ വിഷയം ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്നത്. പ്രത്യേകിച്ച് ഈ വ്യാജ ID കാർഡ് നിർമ്മിച്ച സെർവർ സംബന്ധിച്ചുള്ള ഒരു സംശയമായിരുന്നു നിലനിന്നത്. ഈ സെർവറിന്റെ കൃത്യമായ രേഖകൾ, കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് ഈ കേസിലെ 3ാം പ്രതിയുമായി പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്ന ശബ്ദ സംഭാഷണം ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശനിയാഴ്ച ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തി ഹാജരാകണമെന്ന നിർദ്ദേശമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരിക്കുന്നത്. ലൈംഗിക ആരോപണങ്ങളിൽ നട്ടം തിരിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വീണ്ടും മറ്റൊരു കേസ് കൂടി വരികയാണ്. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ വിജയിച്ചു വന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന വലിയ വിമർശനം ശക്തമായിരുന്നു. അത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗമാണ് ആ വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചിരിക്കുന്നു. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 6 കേസുകൾ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത് വി ബിനീഷ്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ പുത്തൻ പുലരി ഇവിടെ സമാപിക്കുകയാണ്. മുഴുവൻ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി, നമസ്തേ.